ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളുടെ പറമ്പൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം. അപ്പം ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു കേട്ടോ. ഇതാണ് ബാക്ക് ഭാഗം. അത് മുകളിലൊരു ഇവിടെ ഇരുന്നൊക്കെ പോകും. അപ്പം അതാണ് വിറകടുപ്പ്, അവിടെയാണ് ഞാൻ കാണിച്ചു കേട്ടോ. ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല, കാണാൻ പറ്റില്ല. രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഇടേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഇതിൽ കൂടെ പോയിട്ടാണ് വഴിയുള്ളത്. ഇതാണ് ഞങ്ങളുടെ ബാക്ക് ഭാഗത്തുള്ള പറമ്പ്. കണ്ട അവിടെയൊക്കെ നിറച്ച് പുല്ലാണ് കാണിച്ചത്. നിറച്ച് പുല്ലാണ്. പൂച്ച എത്തണ സമയമായിട്ടില്ല. അവളൊരു ഉച്ചയ്ക്കൊക്കെ വരവുള്ളൂ. അപ്പോഴല്ലേ ഭക്ഷണം കിട്ടുന്ന സമയം അവൾ നോക്കി അവൾ വരുള്ളൂ. വെള്ളിയാഴ്ച അവൾ കൃത്യമായിട്ട് വരും. അവൾക്കറിയാം ഒന്നും ഉണ്ടാവില്ല എന്ന് അവൾക്ക് പറ്റില്ല. അപ്പോൾ അവൾ ഓടി വരും. അപ്പോൾ ഇതും നമ്മുടെ എന്താ പറയുക, വിറക് പെര. കേട്ടിട്ടുണ്ട്, നിറച്ച് വിറകൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് വിറക് പെര എന്ന് വിളിക്കുന്നത്. പക്ഷെ വിറകൊന്നും വയ്ക്കാൻ സമ്മതിക്കില്ല. വിറക് ഇവിടെ വയ്ക്കാൻ അപ്പുറത്തൊരു ഷെഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഷെഡ് കൊണ്ട് മൂടിയൊക്കെ ആയിരുന്നു കണ്ട്. പിന്നെ ഇവിടെ ചുമരൊക്കെ കിട്ടി ഇങ്ങനെ ആക്കിയെടുത്തതാണ്. ഇവിടെ മൊത്തം വൃത്തികേടാ. ഒരു കൂട്ടുകാരൻ പോകുന്നുണ്ട്, കണ്ടോ. പാപ്പന് ഇഷ്ടമല്ല അതിനെ. ഇതാണ് ഞങ്ങളുടെ അലക്ക് കല്ല്. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും ഇതുമ്മേ അലക്കാറുള്ളൂ. പിന്നെ ഇത് നമ്മുടെ തെങ്ങ്, തല പോയ തെങ്ങാണ് കേട്ടോ. അപ്പം ഒരു കാര്യം കൂടി, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലും കൂടി ഉണ്ട്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ വീഡിയോയും കൂടി കണ്ടിട്ട് വരാം. ആ ഫ്രണ്ടിൻ്റെ ചാനലിൻ്റെ പേര് ജിഷ കണ്ണനാണ്. അപ്പം ജിഷയാണ് വീടെടുക്കുന്നത്, അല്ല ലക്ഷ്മിയല്ലേ വീടെടുക്കുന്നത്? ലക്ഷ്മിയാണ് വീടെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി ആ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം. നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം കേട്ടോ. ഐസ് എടുത്ത് തിന്നാലോ? ഐസ് എങ്ങനെ? വാഷിംഗ് മെഷീൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒരു ചായ ഉണ്ടാക്കിയാലോ ഗൈസ്. ലെറ്റ് മീ ഗോ ഫോർ മേക്ക് എ കോഫി. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം അത് ഇംഗ്ലീഷ് അല്ല കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അതായിട്ട് ആദ്യം തന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കോഫിയാണ് ചൂടാക്കുന്നുള്ളൂ. ചായ വയ്ക്കാനൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ വയ്ക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ചായ വയ്ക്കുന്ന സമയത്ത് അമ്മ വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ചായ വയ്ക്കാം. അപ്പം നമ്മുടെ ചായ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പിലേക്ക് ഒഴിക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ കപ്പ്. മൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വയ്ക്കുമ്പോൾ ചൂടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അടച്ച് വയ്ക്കാം. ഇവിടെ പാല് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു കിടിയുടെ കൂടെ കാണിച്ചു. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ലെറ്റ്സ് ഗോ. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാവക്കുട്ടി. പിന്നെ ഇത് എൻ്റെ ചേട്ടനെ കിട്ടിയതാണ്. പിന്നെ ഇതൊരു താറാവ്. ഇതൊരു കട്ടറാട്ടോ, ഒരു താറാവല്ല, ഇതൊരു പാവയാണ്. ഞാൻ മുടിയൊക്കെ ഇട്ടാറുള്ളത്. പിന്നെ എന്തൊക്കെയോ കാർഡുകൾ കിട്ടിയതാണ്. ഇതും എൻ്റെ പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ക്ലോക്ക് സമയം കണ്ടെങ്കിൽ കണ്ടോളൂ. പിന്നെ ഇതൊക്കെ അവിടെ കണ്ടോ, എന്തൊരു വൃത്തിയാണല്ലേ. ഇതുപോലെ വൃത്തിയായ ഒരു സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? കണ്ടു പഠിക്കുക. കണ്ടോ ഈ മേശ കണ്ടോ, ഒന്ന് നോക്കി, എന്തൊരു ഭംഗി. എനിക്കെന്നെ കണ്ടിട്ട് കൊതിയാവുന്നു. നമുക്കിനി നമ്മുടെ ചായ ചൂടാറിയോന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കാം. അപ്പോൾ പിന്നെ ചായ ചൂടാറിക്കോളും. പിന്നെ ചൂടാറിയ ചായ ഞാൻ കാലത്ത് ഒരു ചായ കുടിച്ചതാണ്. പിന്നെ ഇത് വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. ഇതാണ് ഗൈസ് അപ്പാപ്പൻ്റെ റൂം. അപ്പാപ്പനെ കാണിച്ചു തരാം.
അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ എന്നെ കണ്ട ബ്ലൂ സൈക്കിളാണ് എൻ്റേത്, പിന്നെ ഒരു ഓറഞ്ച് സൈക്കിളാണ് അവൻ്റെ. അപ്പം ഇതൊക്കെ എന്താ പറയുക, അപ്പം ഈ നല്ല ബോക്സൊക്കെ പുതിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കൊണ്ടുപോകാൻ കൊണ്ട് ഭയങ്കര കഷ്ടമാണ്. കേട്ടോ, അടുത്തത് കൊണ്ടിട്ടേക്കും. ഈ ബോക്സിൻ്റെ ഇച്ചിരി ഫെസിലിറ്റീസ് കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അതിങ്ങനെ ഓപ്പണാവും. നല്ലൊരു ബോക്സാണ്. അപ്പം ഈ ഒരു കള്ളിക്ക് ചെറിയൊരു കേടുപാടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ എനിക്കുണ്ട് ഇങ്ങനത്തേത്, അവൻ്റെ ഏട്ടാ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മേടിച്ചത്, അതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. അതിൻ്റെ ഏറ്റവും വൃത്തിയുള്ളതാണ് ഞങ്ങളുടെ സ്റ്റഡി ടേബിൾ. കണ്ടപ്പോൾ എന്തൊരു ഭംഗിയല്ലേ കാണാൻ, ആര് കണ്ടാലും കൊതിക്കും. മുകളിലൊരു റൂമുണ്ട്, മുകളിലേക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് മുകളിലത്തെ മുറി എന്തായാലും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി നേരെ മുകളിലേക്ക് പോവാം. അപ്പം വീഡിയോ കുറേ ദിവസം ഇതൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പം ഇന്നത്തെ ഒരു പൊട്ട ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോയും പൊട്ടയായിരുന്നു. കണ്ടോ, ഇത് ഞങ്ങളുടെ ആർട്ടാണ്. ഇത് ലൈറ്റ് അടിച്ച് കുറേ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പകുതിയൊക്കെ എവിടെയാണ് തെങ്ങിൻ്റെ കുടയ്ക്ക്. ഇത് ഓപ്പൺ ചെയ്യാം. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലൊക്കെ നിറച്ച് ഡ്രസ്സാണ് ഗായ്സ്. യെസ്, പട്ടി പട്ടി. അപ്പോൾ അതാണ് ഗൈസ് വല്യപ്പച്ചൻ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ നല്ല പട്ടിയുടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇത് വല്യപ്പച്ചൻ്റെ വീടാട്ടോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ മുകളിൽ. ഞാനിപ്പോൾ ആ അറ്റൊക്കെ വരെ പോകും ഗൈസ്. ഞാൻ വേണമെങ്കിൽ പോയി കാണിച്ചു തരാം. വേണ്ട, ഇനിയിപ്പോൾ വീണിട്ട് പിന്നെ ഫോൺ പൊട്ടി കഴിഞ്ഞാൽ ഇത് എനിക്ക് നോക്കാൻ വേണ്ടതാണ്. അവളവിടെ കിടന്ന് നല്ല കളിയാണ്. ക്ലിയറായിട്ട് കാണിച്ചു തേങ്ങ പൊളിക്കാട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പം പട്ടി പോയിട്ട് കുറേ നേരം ഇതാക്കിയിട്ട്. അപ്പോൾ ഇതാണ് വല്യപ്പച്ചൻ്റെ റൂം. ഇതാണ് വല്യപ്പച്ചൻ്റെ മുറി. ഇതാണ് അവരുടെ വീട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ്, അതാണ് പട്ടിക്കൂട്. വല്യപ്പച്ചൻ്റെയാണ്, അവരുടെ വീട്ടിലത്തെ പട്ടിയാട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്. അപ്പം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. നല്ലൊരു ഫ്രെയിം കിട്ടും നമുക്ക്. ഫോട്ടോ എടുക്കാനായിട്ട് നല്ല രസമാണ് ഇവിടെയൊക്കെ നിൽക്കാനായിട്ട്. നെക്സ്റ്റ് ഇത് വേറൊരു സ്ഥലമാണ്. ഇവിടെ തന്നെ ഉള്ളതാണ്, മുകളിൽ തന്നെ. കണ്ടോ, നമുക്ക് ഇവിടം വരെ എനിക്ക് വരാറ്. വേണമെങ്കിൽ ഇവിടം വരെ വരാനും എനിക്കറിയാം സത്യമായിട്ട് മിസ്. ഇതൊക്കെയാണ് നമ്മുടെ ബാക്കി വരണ്ടെങ്കിൽ നല്ലൊരു നല്ല രസമായിട്ട് ഇവിടെ കൊണ്ട് നിൽക്കാനായിട്ട്. ഞാനൊക്കെ വല്ലപ്പോഴേ വരാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരം വഹിക്കുന്നില്ല, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ നമുക്കിനി നേരെ അടിയിൽ പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ അപ്പച്ചൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മാമ്മ. കണ്ടോളൂ, ഇതാണ് ഞാൻ, ഇതാണ് അവൻ, പിന്നെ ഇത് ചേട്ടൻ, പിന്നെ ഞാൻ, പിന്നെ അച്ഛൻ. ഇതാണ് എൻ്റെ അപ്പാപ്പനും അമ്മ, അമ്മയുടെ അപ്പനും അമ്മയുടെ അമ്മയാണിത്. പിന്നെ പപ്പ ഓക്കെ. ഇതാണ് ആ കൂട്ടിലൊരു കുഞ്ഞതാണ്. കണ്ടോ അവിടെ ഒരു കിളിക്കൂട് കണ്ടോ? അതാ ഇവിടെ ആദ്യം തന്നെ ഇതിൽ കിളികളുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ വീട്. അപ്പം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് എൻ്റെ പപ്പയുടെ റൂം. പപ്പയും അമ്മയും കിടക്കുന്നത് ഇവിടെയാണ്. അപ്പം ഇത് ഏറ്റവും വൃത്തിയുള്ളൊരു ടോയ്ലറ്റുകളൊന്നാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. ഇത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു ഇതാണ്, ഇമേജാണ്, നല്ലൊരു ഇതാണ്. ഇത് കിണറാട്ടോ അവിടെ. പിന്നെ ഇത് നമുക്ക് വരാനുള്ളൊരു വീട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. അതിനു മുമ്പ് ഒരാളെയും കൂടി കാണിക്കാം. എൻ്റെ കുഞ്ഞുമോൾ ആരാരോ ഓടിപ്പിച്ച് വാ, പോവാ നമുക്ക്. ഞങ്ങൾ പോവാട്ടോ. ചേച്ചിമാരോട് ഒരു കാര്യം പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞ്